ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഞാൻ ഒത്തിരി നാളുകൂടെ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും, അയ്യോ പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് എല്ലാവരിലോട്ടും എല്ലാ കാര്യവും ഷെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നടക്കാറുണ്ടായില്ല. ഇന്നാണ് ഒരു സമയം സാഹചര്യം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് പോയിന്റിലോട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ AUPay വെബ്സൈറ്റുകളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ AUPay വെബ്സൈറ്റുകളെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ, ഞാൻ AUPay ഒറ്റയ്ക്ക് ചെയ്ത് വന്ന ഒരാളല്ല. ഞാൻ ഏജൻസിയുടെ സഹായത്തോടെ വന്ന ഒരാളാണ്. പിന്നെ എന്തിനാണ് നീ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒത്തിരി പൈസ മുടക്കമൊന്നും ഇല്ലാതെ, ഏജൻസിയുടെ ഒരു ഹെൽപ്പും ഇല്ലാതെ, വീട്ടുകാരൊന്നും അധികം ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ ചെയ്യണമെന്ന് ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാകും. കുറേ പേർക്ക് പൈസയുടെ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന്, ഈ AUPay ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരോട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ്, നിങ്ങളിപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ജർമ്മൻ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ നോക്കിയതാണ്. എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയ ടൈമിൽ എൻ്റെ 4 മാസം വെറുതെ വേസ്റ്റായി. പിന്നെ ഞാൻ ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഏജൻസിയുടെ സഹായത്തോടെയാണ് പെട്ടെന്ന് തന്നെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നല്ല രീതിയിൽ ടൈം പോകും. അപ്പോൾ ഇപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ജർമ്മൻ എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ മേ ബി ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം മാക്സിമം എന്താ പറയുക, ഇത് ചെയ്യാൻ നോക്കുക. അതല്ല, ഇനിയിപ്പോൾ എൻ്റെ എത്ര മാസം പോയാലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യത്തേ ഉള്ളൂ എന്ന് വാശിയുള്ളവരാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് പറയാനുള്ളത്. ഇനി ഈ ഒരു വെബ്സൈറ്റുകളിൽ നിങ്ങൾ കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളൊരു പുതിയ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റുകളിൽ കയറാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള മെസ്സേജസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റുകളിൽ നിന്ന് ബൾക്കായിട്ട് കുറേ മെസ്സേജസ് വരാൻ ബൾക്കായിട്ട് കുറേ മെസ്സേജസ് വരും. സോ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ചിലതൊക്കെ നമ്മൾ കാണാതെ പോവും. ചിലപ്പോൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ടൊരു ഇമെയിൽ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റുകളിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ മാക്സിമം ഇതിൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വെബ്സൈറ്റുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ, സ്വിമ്മിങ് അറിയോ, സൈക്ലിംഗ് അറിയോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം, നല്ലോണം അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഇത് ഫില്ല് ചെയ്യാവുള്ളൂ. അതല്ല, എങ്ങനെയുള്ള ഒരു ഫാമിലി കിട്ടണം, അപ്പോൾ ഇതെല്ലാം അറിഞ്ഞാൽ പെട്ടെന്നൊരു ഫാമിലീനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഫാമിലീനെ ഇങ്ങനെ ഒരു വെബ്സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതാണ്. അവരുടെ ഒരു റിക്വസ്റ്റ് വന്ന് നമ്മളും ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് അവർ മെസ്സേജ് ചിലപ്പോൾ ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ശനിയും ഞായറുമാണ് കൂടുതൽ ഫ്രീ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കുന്നവരായിരിക്കും, ആഴ്ചയിൽ 2 ദിവസമൊക്കെ മെസ്സേജ് അയക്കുന്നവരായിരിക്കും ഇവിടെ ഉള്ളവർ കൂടുതലും. അപ്പോൾ നമ്മൾ സമയമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് നമ്മുടെ എല്ലാ കാര്യമൊക്കെ അവർ മെസ്സേജിലൂടെ ചോദിച്ച് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടൊരു ഇൻ്റർവ്യൂ അവർ ചോദിക്കുക. ആ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്ന ടൈമിൽ തന്നെ അവർ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി അറിയില്ല, പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമല്ലേ എന്നൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ഇതായി പോകും. കാരണം നമ്മൾ കള്ളമാണ് പറഞ്ഞതെന്ന് അറിയുമ്പോൾ നമ്മളോടുള്ള വില പോവുക മാത്രമല്ല, ആ ഫാമിലി നമുക്ക് സ്യൂട്ട് ആവത്തുമില്ല. ആ ഫാമിലി വേറെ ആരെയും ഫൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ
നമ്മുടെ ഇത്രയും സമയം നമ്മൾ ഇപ്പോൾ ഒരാഴ്ച അല്ല 2 ആഴ്ച ചിലപ്പോൾ 3 ആഴ്ച 4 ആഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ഫാമിലി നമുക്കൊരു വീഡിയോ കോൾ വരും. അപ്പോൾ അത്രയും ടൈം നമ്മുടെ വേസ്റ്റ് ആണ്. അപ്പോൾ മാക്സിമം ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. കാരണം ഇവിടെയുള്ളവർ കൂടുതലും ഇവിടെയുള്ള യൂപ്പേഴ്സാണ് കൂടുതലും കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുന്നവരാണ്. പിന്നെ എൻ്റെ ഫാമിലിക്ക് ഇത് വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. സൈക്ലിംഗ് അറിയാവുന്നതാണ് എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് സൈക്ലിംഗ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നും കുട്ടീനെ സൈക്കിളിലാണ് കൊണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യം ജെന്യുവനായിട്ട് പറയാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു കള്ളത്തരം കാണിച്ച് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 1 വർഷം അല്ലെങ്കിൽ 6 മാസം നമ്മൾ ഈ ഒരു ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. സോ അവർക്ക് നമ്മളോടൊരു വില ഉണ്ടാവില്ല. സോ മാക്സിമം ജെന്യുവനായിട്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യവും ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റുകളിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര കുട്ടികളെ വേണോ, അല്ലെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെയുള്ള വീട്ടിലോട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അങ്ങനെ എത്ര പ്രായം തൊട്ട് എത്ര പ്രായമുള്ള പിള്ളേരെ വരെ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ സിംഗിൾ ഫാദർ വേണോ, സിംഗിൾ മദർ വേണോ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടുള്ളവരാണോ നിങ്ങൾ അന്വേഷിക്കുന്നതെന്നൊക്കെ ഈ ഒരു വെബ്സൈറ്റുകളിൽ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു അനുസരിച്ച് നിങ്ങളുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ അലർജിയുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ അലർജി ഉള്ളവരുടെ അടുത്താണ് ഞാൻ ഒരിക്കലും ഈ പട്ടിയും പൂച്ചയുള്ള ഒരു വീട്ടിലോട്ട് പോകരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ തന്നെയായിരിക്കും പട്ടീനെയും പൂച്ചേനെയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യേണ്ടത്. കുട്ടീനെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ പട്ടീനെയും പൂച്ചേനെയും ഒക്കെ നോക്കണം. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അലർജി ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ഒരു അലർജീസോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് മാക്സിമം പട്ടിയും പൂച്ചയൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിനി വെബ്സൈറ്റുകളിൽ പല വിധമുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ആദ്യത്തെ ഒരു വെബ്സൈറ്റിൽ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കാം. ഓക്കെ, അവർ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കാം, അങ്ങനെയുള്ള അവരുടെ പ്രൊഫൈലൊക്കെ വിസിറ്റ് ചെയ്യാം, നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതായത് AUPair ഹോസ്റ്റ് ഫാമിലിക്കോ അല്ലെങ്കിൽ AUPair ആയിട്ട് പോകുന്ന നമുക്കോ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾക്ക് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് എന്ന് മാത്രമല്ല അവരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും, അവർക്ക് മെസ്സേജ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നാട്ടിൽ ഒരു ഈ പ്രീമിയം ഒക്കെ എടുക്കണേ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഒരു 5,000-10,000 രൂപ വരെ ചിലവാകുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ കുറച്ച് വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അവരത് അക്സെപ്റ്റ് ചെയ്ത് നമുക്കും റിക്വസ്റ്റ് അവർ തിരിച്ചയച്ചെങ്കിൽ മാത്രം നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു വെബ്സൈറ്റുകളിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റിൽ മാത്രം നമുക്ക് ചാടി കയറി അങ്ങോട്ട് പോയി, പക്ഷേ എല്ലാവരും ജെന്യുവൻ ആവണമെന്ന് ഞാൻ ജെന്യുവൻ ആയിരിക്കണം എന്നുണ്ടാവത്തില്ല. ഒന്നാമത്തെ കേസ് കാരണം വെബ്സൈറ്റുകളാണ്, ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും ചുമ്മാ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാക്സിമം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ ഒരു പ്രൊഫൈലോ നിങ്ങളുടെ കോൺടാക്ട് നമ്പറോ നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇമെയിൽ ഐ ഡി ഒന്നും കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റുകൾ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. സോ അത് നമ്മുടെ പ്രൈവസി, നമ്മുടെ സെക്യൂരിറ്റീനെ മാനിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. സോ നമ്മളതൊരിക്കലും തെറ്റിക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം ഈ വെബ്സൈറ്റ് റൂൾസ് നിങ്ങൾ പാലിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വെബ്സൈറ്റുകളുടെ ഒരു വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റുകൾ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കേസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, എൻ്റെ ഒരു അനുഭവം കൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏജൻസി വഴിയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് 4 മാസം 5 മാസം വരെ ഞാൻ ഈ ഒരു AUPairന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ട്രൈ ചെയ്തതാണ്. പക്ഷേ ഫാമിലി കിട്ടിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റായിട്ടും മെസ്സേജ് അയച്ചും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫാമിലിയിലെന്ന് പറഞ്ഞാൽ എനിക്ക് 3-4 പിള്ളേരുണ്ട്. എനിക്ക് അത്രയും പേരെ നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ടൊക്കെ ഞാനത് വേണ്ടെന്ന് വെച്ചു. രണ്ടാമത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോപ്പ് വരും. ഹോപ്പ് വന്നിട്ട് അവസാന നിമിഷം ആകുമ്പോഴേക്കും ഇവരുടെ ഒരു അറിവും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുമ്പോഴാണ് അവർ നമുക്ക് ഓൾറെഡി ആളെ കിട്ടി എന്നുള്ളത് പറയാം. അപ്പോൾ ഈ സൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് പറയണമെന്നില്ല ഞങ്ങൾക്കൊരാളെ കിട്ടി, അതുകൊണ്ട് നിങ്ങളെ വേറെ ഫാമിലി നോക്കിക്കോ എന്ന് അവർ പറയണമെന്നില്ല. നമ്മളങ്ങോട്ട് ഇവരുടെ ഒരു അറിവും ഇല്ലാതെ ഇരുന്ന് നമ്മളങ്ങോട്ട് കയറി മെസ്സേജൊക്കെ അയച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരത് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി കിട്ടി, അതൊരു സിംഗിൾ ഫാദർ ആയിരുന്നു. പുള്ളി പറയുന്നത് പോലെ പുള്ളിക്ക് ഇപ്പോൾ ഒരു AU ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് ജനുവരിയിലാവുമ്പോഴേക്കും വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ വാക്കാലുള്ളതും നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. നമുക്കിപ്പോൾ അവരൊരു കോൺട്രാക്റ്റ് നമ്മുടെ കൈ തന്നിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു വാക്ക് ശരിക്കും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് അപ്പം നമുക്ക് ഒരു വിശ്വാസമായി, ഓക്കെ ഇത്ര മാസം കഴിഞ്ഞാലും ഈ ഒരു കോൺട്രാക്റ്റ് എൻ്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഇനി അയാൾ വാക്ക് മാറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അയാൾ ഞാൻ ചോദിച്ചു കോൺട്രാക്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇല്ല, അത് ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു ടൈം ആകുമ്പോഴേക്കും മാറിയാലോ, മനസ്സ് മാറിയാലോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം 4 മാസം എൻ്റെ വേസ്റ്റായി ഞാൻ ഓൾറെഡി പറഞ്ഞു. അതോടൊപ്പം തന്നെ ജനുവരി വരെ, അതായത് ഇതിപ്പോൾ നവംബർ മാസമാണ്, ഇനിയിപ്പോൾ ജനുവരി വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും എനിക്ക് കിട്ടിയില്ല. ഓക്കെ, പുള്ളിനായിട്ട് ഞാൻ പുള്ളി പറയണം ഓക്കെ ഞങ്ങൾ വേറെ ആളെ കിട്ടി, ഞങ്ങൾക്ക് വേറെ ഒരാളെ തന്നെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിപ്പോവും. പിന്നെ ഇത്രയും എനിക്ക് എൻ്റെ ഒരു ടൈമും എൻ്റെ ഒരു ഇയറും പോകുന്ന എനിക്ക് ഭയങ്കര വിഷമമുള്ള കേസാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ചേച്ചിനോട് ഒരു കാര്യം പറഞ്ഞു. ചേച്ചി പറഞ്ഞു ഓക്കെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ചേച്ചീനെ ഞാൻ പരിചയപ്പെടുമായിരുന്നു. അങ്ങനെ ആ ചേച്ചി എല്ലാം ഭംഗിയായിട്ട് തന്നെ ക്ലിയർ ചെയ്തു. അതുകൊണ്ട് എനിക്കിത് ഇപ്പോൾ ഇവിടെ ഈ ജർമ്മനിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാനൊക്കെ പറ്റുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ പുള്ളീനെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൂടുതലും നിങ്ങളോട് പറയുന്ന ഈ ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഓക്കെ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു മാസത്തേക്കും ഒരു 6 മാസം കഴിഞ്ഞിട്ട് നോക്കാം, എങ്ങനെയൊക്കെ പറഞ്ഞ് വാക്കാലെ നിങ്ങൾക്ക് ഉറപ്പ് തന്നു എന്ന് പറഞ്ഞ് നിങ്ങളത് ഒരിക്കലും വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അതല്ല ഇനി ടൈമൊക്കെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഒരു അബദ്ധം പറ്റരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത്. അപ്പം മാക്സിമം എല്ലാവരും അത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന വെബ്സൈറ്റുകളൊക്കെ നോക്കി ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും ഒരു നല്ല ഫാമിലിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഈ ഒരു യൂട്യൂബ് പ്രൊഫൈലിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി, നിങ്ങൾക്ക് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതല്ല ഈ ഒരു വീഡിയോ മനസ്സിലായില്ലെന്നാണെങ്കിൽ ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും, ഒരു കുഴപ്പമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവർക്കും ഒരു നല്ല ഫാമിലിനെയൊക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് ജർമ്മനിയിലോട്ട് എല്ലാവരും വരട്ടെ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.